നമ്മൾ ഇതുവരെ എൽ സിയുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യരൂപങ്ങളാണ് കണ്ടത്. സോ അവിടെ ഈ പറയുന്ന പോലെ ശിഷ്ടം വരുന്ന കേസ്, ശിഷ്ടം വരാത്ത കേസ്, ഇങ്ങനെ പറഞ്ഞ ചോദ്യരൂപങ്ങളെ കണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എൽ സി എം എന്ന് പറയുന്ന ആശയത്തിന്റെ ആപ്ലിക്കേഷൻ ലെവൽസ് ആയിരുന്നതല്ല. സോ അതൊക്കെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡും അതുപോലെ ഓപ്ഷൻ സോൾവിങ്ങിലൂടെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതൊക്കെ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്കിനി അടുത്തത് അതേ മോഡൽ എച്ച് സി എഫിൽ വരുന്ന രീതി നോക്കാം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എച്ച് സി എഫ് എന്താ നമുക്ക് അറിയാം. സോ ബേസിക്കലി നമ്മൾ സാധാരണ രണ്ടിൽ കൂടുതൽ നമ്പേഴ്സിൻ്റെ എച്ച് സി എഫ് കാണാൻ നേരിട്ടാണ് ചോദ്യരൂപങ്ങൾ കാണാറുള്ളത്. അതിന് പകരം ഒരുപക്ഷെ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നിരിക്കട്ടെ, 63,91 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ. സി ക്വസ്റ്റൻ ചോദിച്ചോണം, ഫൈൻഡ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് വിൽ ഡിവൈഡ് ഓർ വിച്ച് ക്യാൻ ഡിവൈഡ് 63,91 ലിവിങ് നോ റിമൈൻഡേഴ്സ്. സോ ആ ചോദ്യരൂപം ശ്രദ്ധിച്ചാൽ 63,91 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന മീൻസ് ഹാരകമാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും വലിയ സംഖ്യ, ഏറ്റവും വലിയ സംഖ്യ എന്ന കീവേഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏകദേശം നമുക്ക് എച്ച് സി എഫ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ വേണ്ടത്. സോ ഹാരകം വേണം, ഡിവൈസർ ആണ് അതിൻ്റെ അർത്ഥം. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓർ എച്ച് സി എഫ് ആണ്. സോ 63,91 എച്ച് സി എഫ് ചോദിക്കുന്നതിന് പകരം ഇതുപോലെ വാക്യ രൂപങ്ങളിൽ ചോദിക്കാം. സോ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. 7 ആണ് അതിന്റെ എച്ച് സി എഫ്. സംശയം ചെയ്ത് നോക്കാം. 63,91 നമ്മൾ ഷോർട്ട് മെത്തേഡ് നോക്കുവാണെങ്കിൽ തമ്മിൽ കുറയ്ക്കുമ്പോൾ 28 ലഭിക്കും. 63,91 വ്യത്യാസം 28. 28 കൊണ്ട് അതിനെ ഹരിക്കാൻ പറ്റില്ലെന്ന് കാണുമ്പോൾ അറിയാലോ. അല്ലെങ്കിൽ ഓർത്താൽ മതി, 28 ഒരു ഇരട്ട സംഖ്യ കൊണ്ട് തന്നെ 2ന്റെ ഘടകങ്ങളുണ്ട്. 63,91 ഒറ്റ സംഖ്യകളാണ്, 2ന്റെ ഘടകങ്ങളില്ല. അപ്പൊ 28ന്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇരട്ട സംഖ്യയായ ഫാക്ടേഴ്സ് ഒക്കെ മാറ്റി നിർത്തിയാൽ പിന്നെ വരുന്നത് നമുക്ക് 7 ആണ്. 7ഉം 1ഉമാണ് ഒറ്റ സംഖ്യയായ ഫാക്ടേഴ്സ് 28 വരുന്നത്. സോ അത് നോക്കുവാണെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾസ് ആണ് 63,91. സോ ഈസി ആയിട്ട് അങ്ങനെ നമുക്ക് 7 ആണ് എച്ച് സി എഫ് എന്ന് പറയാം. സോ ഈ രൂപത്തിലും നമുക്ക് ഈ പറഞ്ഞ പോലെ എൽ സി എം കണ്ട പോലെ എച്ച് സി എഫിലും ചോദ്യരൂപങ്ങളുണ്ട്. നമ്മൾ ഇനി ചോദ്യരൂപങ്ങളിലൂടെയാണ് ഈ പറയുന്ന ആശയങ്ങൾ നമ്മൾ എങ്ങനെ എച്ച് സി എഫിന്റെ ആശയങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് കാണാൻ പോകുന്നത്. സോ വീണ്ടും പറയുന്നു, നേരത്തെ എൽ സി എമ്മിൽ പറഞ്ഞ പോലെ 7 സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഇതിന് റാങ്ക് മേക്കിംഗ് ആയിട്ട് കാണാം. ബാക്കി എല്ലാ ക്വാളിഫിക്കേഷനിലുള്ള എക്സാംസിനും ഇതൊരു പക്ഷേ ലെവൽ അപ്പ് ചോദ്യങ്ങൾ എന്ന് കണ്ടാൽ മതിയാവും. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങളിലൂടെ തന്നെ നമുക്ക് ഇനിയുള്ള ആശയങ്ങൾ കാണാം. നമ്മളിപ്പോൾ സംസാരിച്ച ആശയവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യരൂപത്തിലേക്കാണ് ആദ്യമേ പോകുന്നത്. ചോദ്യരൂപം ഇങ്ങനെയാണ്: 140,350 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ. ഫൈൻഡ് ദി ലാർജസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് വിൽ എക്സാക്ട്ലി ഡിവൈഡ് 140 and 350 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ഒന്നുമില്ല, അത് നമുക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യ കണ്ടെത്തണം. ഏതിനെ ഹരിക്കേണ്ടത്? 140ഉം 350. സോ 2 നമ്പേഴ്സ് ഉണ്ട്, അതിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹാരകം അഥവാ ഡിവൈസർ ആണ് വേണ്ടത്. അതിൽ ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് റിലേറ്റ് ചെയ്യാൻ സാധിക്കണം. സോ കീവേഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന അതിലും വലിയ കീവേഡ് ഏറ്റവും വലിയ സംഖ്യ. ഏറ്റവും വലിയ സംഖ്യ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അത് എച്ച് സി എഫ് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ, 4 അക്ക സംഖ്യ എന്നൊക്കെ പറഞ്ഞ് സംഖ്യകളുടെ അക്കങ്ങൾ പറയുമ്പോൾ മാത്രമേ എൽ സി എമ്മത്തിലേക്ക് പോവുള്ളൂ. നമ്മൾ എൽ സി എമ്മിൽ അങ്ങനത്തെ ഒരു മോഡൽ ചോദ്യം കണ്ടിട്ടുണ്ട്. എച്ച് സി എഫ് എടുക്കുമ്പോൾ വെറും ഏറ്റവും വലിയ സംഖ്യ എന്നുള്ളെങ്കിൽ എച്ച് സി എഫ്, ഏറ്റവും ചെറിയ സംഖ്യ എന്നുള്ളെങ്കിൽ എൽ സി എം ആണ്. സോ ഏറ്റവും വലിയ സംഖ്യയിൽ നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതെന്ന് കൂടി കണക്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പിക്കാം എച്ച് സി എഫ് ആണ്. അതുപോലെ ഇവിടെ തന്നെ ഫൈൻഡ് ദി ലാർജസ്റ്റ് നമ്പർ ദാറ്റ് വിൽ എക്സാക്ട്ലി ഡിവൈഡ്, ഇവരെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, അവരെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പൊതുവായ ഫാക്ടർ ആയിരിക്കും എന്നറിയാലോ. സോ അങ്ങനെ നമുക്ക് ക്വസ്റ്റിനെ കണക്ട് ചെയ്യാം. സോ പല രീതിയിൽ കണക്ട് ചെയ്യാം. ഇതിന്റെ ക്വസ്റ്റിന്റെ ആശയം മനസ്സിലാക്കിയാൽ ആൻസറിലേക്ക് എത്താൻ പിന്നെ എളുപ്പമാണ്. സോ ഇവിടെ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് 140ന്റെയും 350ന്റെയും എച്ച് സി എഫ്. നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ അറിയാം, പിന്നെ അതുപോലെ തന്നെ മറ്റേ തമ്മിൽ കുറയ്ക്കുന്ന അറിയാം. ആ തമ്മിൽ കുറയ്ക്കുന്ന മോഡലിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോകുന്ന അറിയാം. സോ അതുമായി ഓപ്ഷനിൽ നിന്ന് പോയിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ കൂടി ഇത് കാണുന്നുണ്ടാവും. സോ ഓപ്ഷനിൽ നിന്ന് പോവുകയാണെങ്കിൽ 140ഉം 350. സോ 210 എന്ന് പറഞ്ഞ ഓപ്ഷൻ ആദ്യമേ തന്നെ പോയി. കാര്യം എന്താ? 210 കൊണ്ട് നമുക്ക് 140നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് 10 ഉണ്ട്, 30 ഉണ്ട്, 7 ഉണ്ട്. 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് കാണാൻ പറയാം. 30 കൊണ്ട് പറ്റുമോ? ആക്ച്വലി 350 നോക്കി, 350 30ന്റെ മൾട്ടിപ്പിൾ അല്ല, 140 30ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ എന്ന് വെച്ചാൽ 3ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. സോ അതുകൊണ്ട് 30 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. ഇനി തമ്മിൽ കുറച്ചാൽ നോക്കാം. നമ്മുടെ ആ ഷോർട്ട് മെത്തേഡ് അല്ലെങ്കിൽ ബെസ്റ്റ് മെത്തേഡ് തമ്മിൽ കുറയ്ക്കുന്നത് 350 140 കുറച്ച് നമുക്ക് കിട്ടുന്നത് 210. സോ 210 ഓപ്ഷനിലുണ്ട്, പക്ഷെ നമുക്ക് എഴുതാൻ സാധിക്കുമോ? ഇല്ല. കാര്യം എന്താണ്? 140നെ 210 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. സോ പിന്നെ എന്ത് ചെയ്യും? 210നെ ഹരിക്കാൻ പറ്റുന്ന
210ന്റെ ഫാക്ടേഴ്സ് ആണോ നോക്കുന്നത്. അത് ഓപ്ഷൻ നോക്കിയാൽ 10 ഉണ്ട്, 30 ഉണ്ട്, 70 ഉണ്ട്. അവിടെ 30 ഉണ്ട്, 70 ഉണ്ട്, 10 ഉണ്ട്, എല്ലാം 210 ഹരിക്കാൻ പറ്റുന്ന. അപ്പോഴാണ് നമുക്ക് വീണ്ടും ഈ ചോദ്യ രൂപത്തിലേക്ക് പോകേണ്ടത്. കാരണം ഇവിടെ നോക്കുവാണെങ്കിൽ 10 ഓക്കെയാണ്, പക്ഷേ 30 കൊണ്ട് നമുക്ക് ഇതിനെ ഹരിക്കാൻ പറ്റില്ലെന്ന് അറിയാം. സോ 10ഉം 70 ഉണ്ട്, പക്ഷെ അതിൽ നമുക്ക് ഹയസ്റ്റ് ആവേണ്ട, ഹയസ്റ്റ് 70 ആണ്. സോ ആൻസർ ആയില്ലേ. സോ ഇതാണ് നമ്മൾ നോർമൽ ചെയ്യുന്ന രീതി. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ കൂടി മനസ്സിലാക്കിക്കോളൂ, കാരണം പ്രൈം ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറയാൻ പറ്റും. സോ 140 14 ഗുണം 10 എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കില്ലേ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ. 14 into 10, 14നെ 2 into 7 എന്ന് പറഞ്ഞ് കാണാവോ. സി 14 into 10നെ 2 into 7 എന്ന് പറഞ്ഞ് കണ്ടോ. അടുത്ത 10നെ 2 into 5 എന്ന് കണ്ടോ. ഇങ്ങനെ എഴുതാൻ സാധിക്കില്ല. ഇങ്ങനെ എഴുതാൻ സാധിച്ചാൽ 2 square into 5 into 7 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മനസ്സിൽ ചെയ്യാനായിട്ട് പഠിക്കുന്നത്. ഇങ്ങനെയാണ് 2 square into 5 into 7 എന്ന് പറഞ്ഞ് എഴുതാം. സെയിം രീതിയിൽ 350യെ 35 into 10 എന്ന് കാണാം. 35 into 10 എന്ന് കാണാൻ സാധിച്ചാൽ 7 into 5 into 10, 7 into 5 into 10. സോ 5 into 7 into 10നെ വേണ്ടി നമുക്ക് 2 into 5 എന്ന് കാണാം. ശരിയല്ലേ. സോ ഇവിടെ നോക്കിയാൽ 2 ഉണ്ട്, 5 square ഉണ്ട്, 7 ഉണ്ട്. സോ നമ്മൾ എങ്ങനെ എഴുതും? 2 into 5 square into 7 എന്ന് എഴുതും. 2 into 5 square into 7. ഇനി നമുക്ക് വേണ്ടത് HCF. സോ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കാം. പ്രൈം ഫാക്ടേഴ്സ് ഇപ്പൊ 2 എന്ന് പറയുന്ന സംഖ്യ രണ്ടിടത്തും ഉണ്ട്. സോ 2 എഴുതി. അതിന്റെ ലോവസ്റ്റ് പവർ 2 power 1 ആണ്. ശരിയല്ലേ. 2 power 1 ആണ് ലോവസ്റ്റ് പവർ. അടുത്ത 5 എന്ന് പറയുന്നത് രണ്ടിടത്തും വന്നിട്ടുണ്ട്. സോ 5 ലോവസ്റ്റ് പവർ 5 power 1. 7 രണ്ടിടത്തും വന്നിട്ടുണ്ട്. 7ന്റെ ലോവസ്റ്റ് പവർ 7 power 1 തന്നെ. സോ 2 into 5 10, 10 7 70. സോ 70. ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് നമുക്ക് ആൻസർ സെയിം തന്നെ കിട്ടുന്നുണ്ടാവും. ഇനി ആശയപരമായി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി ആ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ തമ്മിൽ കുറയ്ക്കുന്ന ബെസ്റ്റ് മെത്തേഡ് പറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ വന്ന ആശയം, ആ തമ്മിൽ കുറയ്ക്കുന്നതിന്റെ ആശയം എങ്ങനെയെന്ന് കണ്ടു. ശരിയല്ലേ. സോ അവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ നമ്പർ 140 എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്നത് 7 into 20. നമുക്കറിയാം ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഹാരകം ഇൻറ്റു ഹരണഫലമാണ്. അതിൽ ഹാരകമാണ് പൊതുവായിട്ട് വരുന്നത്. സോ 7 into 20 140. സെയിം രീതിയിൽ 350യെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ കണ്ടാൽ 7 into 50. ശരിയാണല്ലോ. 7 into 50 ഇങ്ങനെ കാണാൻ പറ്റില്ലേ. ഇനി ഇവിടെ നോക്കിയാൽ 7 into 20 നമുക്ക് 70 into 2 എന്ന് പറഞ്ഞാൽ ഈ 10നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് 70 into 2 എന്ന് പറഞ്ഞ് എഴുതാം. സിമിലർലി ഇവിടെ 70 into 5 എന്ന് പറഞ്ഞ് എഴുതാം. ശരിയല്ലേ. ശരിയാണോ. സോ ഇവിടെ നോക്കിയാൽ ദാ ഇതാണ് നമ്മുടെ ഹാരകം. നമ്മൾ ഹാരകമായിട്ട് ഉപയോഗിച്ച് ഇവരെയാണ്. ഇത് പൊതുഹാരകമല്ലേ. സോ ഇതാണ് നമുക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്. തമ്മിൽ കുറയ്ക്കുമ്പോൾ 210 എന്ന് കിട്ടിയില്ല. 210നെ നമുക്ക് ഇതുപോലെ കാണാം 70 into 3. ഇവർ തമ്മിൽ കുറച്ചാൽ നോക്കിയാൽ 70 into 5 minus 2 ആണ്. അപ്പൊ 70 into 3 അല്ലേ 210. ഈ 70 അല്ലേ കോമൺ ആയിട്ട് കിട്ടിയത്. സോ അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ 70. നമ്മൾ ആ ബെസ്റ്റ് മെത്തേഡ് കണ്ട സമയത്ത് ആശയം കൂടി കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. മറ്റൊന്നുമല്ല, വന്ന രീതി മനസ്സിലാക്കാൻ വേണ്ടി. അത് കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിൽ മാത്സിൽ കിട്ടുന്ന രീതി മനസ്സിലാക്കിയാൽ മതി. സോ ഇവിടുത്തെ ആൻസർ 70. നമ്മൾ LCയുമായി ബന്ധപ്പെട്ട ചോദ്യരൂപങ്ങളിൽ പൊതുശിഷ്ടം വരുന്ന ഒരു കേസ് കണ്ടിരുന്നു. അവിടെ ഏത് രീതിക്കാണ് സോൾവ് ചെയ്യുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതേപോലെ HCFന്റെ കേസിൽ പൊതുശിഷ്ടം വരുന്ന കേസ് നമുക്ക് ഏത് അപ്രോച്ചിലൂടെ സോൾവ് ചെയ്യാമെന്നൊന്നും മനസ്സിലാക്കാം. ഒരു ചോദ്യം എടുക്കുന്നു. 65,93 എന്നീ സംഖ്യകളെ ഏത് വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 ലഭിക്കും. ഫൈൻഡ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ which divides 65,93 leaving remainders 2 in each case. സോ ചോദ്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആശയം ഏതാണെന്ന് കിട്ടുന്നുണ്ടാവും. 65ഉം 93 എന്ന് പറയുന്ന 2 നമ്പേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഏതോ ഒരു പൊതുസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, സോ ഹരിക്കുമ്പോൾ ഹാരകമാണ് കണ്ടെത്തേണ്ടത്. പൊതുഹാരകം, അങ്ങനത്തെ ഏറ്റവും വലിയ ഹാരകം. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഉസാക. നമുക്ക് ശിഷ്ടം 2 ലഭിക്കും. സോ ബേസിക്കലി നമ്മൾ ശിഷ്ടം 2 ലഭിക്കണമെന്ന് മനസ്സിലായി. നമുക്ക് ഉസാഹ കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 2 കൂടുതൽ നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട് 65 93. HCF ആണ് അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലായി. അപ്പോൾ 6ന്റെ HCF ആണ് കണ്ടെത്തുന്നത്. നോർമലി നമുക്ക് അറിയാവുന്ന നമ്പർ 65 93 ആയതുകൊണ്ട് നമ്മൾ അതിന്റെ HCF ആണെന്ന് വിചാരിക്കും. കണ്ടെത്താൻ ശ്രമിച്ചാൽ കണ്ടെത്തി നോക്കിക്കോളൂ. HCF കിട്ടാൻ പോകുന്ന 1 ആയിരിക്കും. 65നെ 93. 65നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ശിഷ്ടം 2 ലഭിക്കൂ. 93യെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ശിഷ്ടം 2 ലഭിക്കൂ. ഇല്ലല്ലോ. സോ 1 അല്ലെന്ന് മനസ്സിലായല്ലോ. സോ കണ്ടെത്തേണ്ട അപ്പൊ 65 93യുടെയും അല്ല HCF കണ്ടെത്തുന്നത്. പിന്നെ ആരുടെയാ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ വെച്ച് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നത് ശരിയാണ്. ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ആശയത്തിലേക്ക് പോകണം. നമ്മൾ പണ്ട് കണ്ട ഒരു ആശയമാണ്, നമ്പേഴ്സിൽ കണ്ട ആശയം. നമുക്കൊരു നമ്പർ ഉണ്ട്, അതിനെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതും. അല്ലെങ്കിൽ ആ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനെ നമുക്കൊരു ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഓർക്കുന്നുണ്ടാവും നമ്പർ, സംഖ്യ എന്ന് പറയുന്നത്. സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് ഹാരകമുണ്ടെങ്കിൽ ഹാരകത്തിന് നമ്മൾ ഡിവൈസർ എന്നാണ് വിളിക്കുന്നത്. സോ ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്ന് ഓർമ്മയുണ്ടാവുമല്ലോ എല്ലാവർക്കും. ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. കോഷ്യൻ എന്ന് വെച്ചാൽ ഹരണഫലം പ്ലസ് റിമൈൻഡർ ശിഷ്ടം. ശിഷ്ടം ഉണ്ടെങ്കിൽ റിമൈൻഡർ ഇടും, ശിഷ്ടം ഇല്ലെങ്കിൽ നമ്മൾ റിമൈൻഡർ ഇടില്ല. ശരിയല്ലേ? സോ ഈ ഒരു ആശയത്തിൽ നിന്നാണ് നമുക്ക് വേണ്ടത് ഡിവൈസർ ആണെന്ന് ഓർത്തണം. കോമൺ ഡിവൈസർ. ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട്. സോ രണ്ട് നമ്പേഴ്സ് നമ്മൾ 65 കൊണ്ടുവരണം, പിന്നെ ഉള്ളത് 93 ആണ്. സോ 65നെ ഏതോ ഒരു ഡിവൈസർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശിഷ്ടം എത്ര കിട്ടും? ശിഷ്ടം കിട്ടുന്നത് 2 ആണ്. റിമൈൻഡർ 2 ആണ്. കോഷ്യന്റ് എന്ത് വായിക്കോട്ടെ, കുഴപ്പമില്ല. അതേപോലെ 93 ഉണ്ട്. 93 നമ്മൾ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 65നെ ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ സംഖ്യ കൊണ്ട് 93നെ ഡിവൈഡ് ചെയ്യുന്നു. ആ സമയത്ത് നമുക്കൊരു കോഷ്യന്റ് ഉണ്ട്. റിമൈൻഡർ എത്ര? റിമൈൻഡർ 2 ഉണ്ട്. സോ ഇതാണ് നമുക്ക് അറിയാവുന്ന ആപ്പാട് ഡേറ്റ. റിമൈൻഡർ 2 ഉണ്ട്. രണ്ട് കേസിലും റിമൈൻഡർ 2 കാരണം പൊതുവായിട്ടുള്ള ആളാണ് ഈ ഡിവൈസർ. അങ്ങനത്തെ വലിയ ഡിവൈസറിനെയാണ് കണ്ടെത്തുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ നോക്കുവാണെങ്കിൽ 2 റിമൈൻഡർ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ 2 നമുക്ക് 65ൽ നിന്ന് കുറയ്ക്കുവാണെങ്കിൽ ഈ ഡിവൈസർ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കിട്ടില്ലേ? റിമൈൻഡർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഡിവൈസർ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ്. ഈ സംഖ്യയെ ഡിവൈസർ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് ഡിവൈസറിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഈ ഇവിടെ രണ്ടിടത്തു നിന്നും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ അർത്ഥം 65 2 പോയാൽ നമുക്ക് 61 എന്ന് കാണാം, 63 എന്ന് കാണാം. 65 2 പോയാൽ 93 2 പോയാൽ 91 എന്ന് കാണാം. ശരിയല്ലേ? സോ ഇവിടെ നിന്ന് 2 കുറച്ച് നമുക്ക് റിമൈൻഡർ ഉണ്ടാവത്തില്ല. ആ സമയത്ത് നമുക്ക് ഇതിനെ 63 ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്, 91 ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്. സോ ഇപ്പോൾ നമുക്ക് നമ്മുടെ HCF കണ്ടെത്തുന്ന രൂപത്തിലേക്കായി ആരുടെയാണ്? ഇവരുടെ രണ്ടുപേരുടെയും 63 91. സോ അതിന് ബേസിക്കലി എന്താ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? നമുക്കൊരു ശിഷ്ടം തന്നിട്ടുണ്ടെങ്കിൽ ശിഷ്ടം എടുത്ത് ഈ നമ്പേഴ്സിൽ നിന്ന് കുറച്ചേക്കാം. ശിഷ്ടം എടുത്ത് ഈ നമ്പേഴ്സിൽ നിന്ന് കുറയ്ക്കുക. ആ ശിഷ്ടം കുറച്ച് കിട്ടുന്ന നമ്പേഴ്സ് ഇല്ലേ, ശിഷ്ടം കുറച്ചതിന് ശേഷം കിട്ടുന്ന നമ്പേഴ്സ്, അവരുടെ HCF ആണ് കണ്ടെത്തുന്നത്. 63,91 HCF ഈസിയാണ് കണ്ടെത്താൻ. നമ്മൾ നോർമലി ചെയ്യുന്ന ഏത് രീതിയിൽ എടുക്കാം. സോ നമ്മൾ തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 28 കിട്ടും. ശരിയല്ലേ? 28 ലഭിക്കും. സോ 28 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് 63 91 ഹരിക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം. നമ്മൾ ആദ്യമേ സംസാരിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച്. കാരണം ഇതൊരു ഈവൻ നമ്പർ ആണ്. ഇത് രണ്ട് ഓഡ് നമ്പേഴ്സ്. സോ രണ്ടിന്റെ ഫാക്ടേഴ്സ് ഇല്ല. സോ 28ന്റെ ഫാക്ടേഴ്സ് ആണ് നമുക്കിനി വേണ്ടത്. അതിൽ നമുക്ക് ഓഡ് ഫാക്ടേഴ്സ് മാത്രം മതി. ഓഡ് ഫാക്ടേഴ്സ് 1 7 മാത്രമേ ഉള്ളൂ. സോ അതിൽ 7 കൊണ്ട് 63 ഡിവൈഡ് ചെയ്യാൻ പറ്റും? തീർച്ചയായും പറ്റും. 91 ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 7 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ചെയ്യാൻ ആൻസർ. സോ 65നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 2 ലഭിക്കും. സംശയം ചെയ്ത് നോക്കൂ. 9 7 63 റിമൈൻഡർ 2. 93യെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 2 ലഭിക്കും. 93 ഡിവൈഡ് ബൈ 7 ചെയ്യുക. 7 into 13 91 ആണ്. റിമൈൻഡർ 2 ഉണ്ട്. സോ നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 7 ആണ്. ആക്ച്വലി അപ്പോൾ ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ഈ ശിഷ്ടം എടുത്ത് നമ്മുടെ നമ്പേഴ്സിൽ നിന്ന് കുറയ്ക്കുന്നു. പൊതുവായ ശിഷ്ടമാണെങ്കിൽ ആ ശിഷ്ടം എടുത്ത് നമ്പേഴ്സിൽ നിന്ന് കുറയ്ക്കുന്നു. ആ കുറച്ച് കിട്ടുന്നതിന്റെ HCF അത് ഇഷ്ടമുള്ള രീതി കണ്ടുപിടിക്കാം. അത് വന്ന ആശയമാണ് ഇത്. ആശയം കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഇത്രയും പറഞ്ഞത്. ആശയം കണക്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് എവിടെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നതാണ്. കാരണം LCMൽ ഈ മോഡലുണ്ട്, HCFിലുണ്ട്. സോ കുറയ്ക്കണം കൂട്ടണം ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരും. സോ ഇവിടെ ചെയ്യേണ്ട രീതി മനസ്സിലാക്കുക. ആ രീതി വന്ന ആശയം കൂടി മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമുക്ക് ഈ മോഡൽ ചോദ്യങ്ങൾ വന്നാലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും.